ശ്രീ ആർ വി ബാബു ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവാണ്. ഈ പ്രതിയായ പാലത്തായി കേസിലെ പ്രതി. ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ശിക്ഷാവിധിയായിരിക്കുന്നു. ആ ശിക്ഷയ്ക്ക് ശേഷം, ശിക്ഷാവിധി പ്രഖ്യാപിച്ച ശേഷം നടത്തിയിരിക്കുന്ന പ്രസംഗം എന്ന രൂപത്തിലാണ് ഒരു പ്രസംഗം വ്യത്യസ്തമാകുന്നത്. CPM-ന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന് താങ്കളടക്കം അതിന് കൈയടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ആർ വി ബാബു അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്നും വന്നല്ലോ. അപ്പോൾ അത് സംഘപരിവാറും CPM-ഉം ചേർന്നുള്ള ഐക്യപ്പെടലാണ് എന്ന വിമർശനമാണ് മറുപക്ഷത്തു നിന്ന് ഉയരുന്നത്. അതിനോട് ഉള്ള അങ്ങയുടെ പ്രതികരണം? അതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. ഞാൻ ഈ കേസ്, പത്മരാജന്റെ കേസ് പബ്ലിക് ഡൊമൈനിൽ വന്ന സമയം മുതൽ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും ആ കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അന്നു മുതൽ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ നാൾവഴികളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കെട്ടിച്ചമച്ച കേസായിട്ട് ആണ്. ആ കെട്ടിച്ചമയ്ക്കാനുള്ള കാരണം അതിനെ സംബന്ധിച്ചും അന്ന് തന്നെ വ്യക്തമായതാണ്. ഈ അധ്യാപകൻ എടുത്ത ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപകനെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് ഒരു കൊച്ചുകുട്ടി അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതുപോലുള്ള പോക്സോ കേസുകൾ ഒട്ടനവധി ഉണ്ട് എന്ന് റഹീം, ഈ DCRB DYSP ആയിട്ട് റിട്ടയർ ചെയ്ത കാസർഗോഡുകാരനായിട്ടുള്ള റഹീം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മുഴുവൻ കേരളത്തിലും ഇത്തരത്തിൽ പോക്സോ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട്, പോക്സോ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ആളുകളെ കേസിൽ കൊടുക്കുന്ന സംഭവങ്ങൾ നിരവധി. കാരണം പലപ്പോഴും അത് കൺവിക്ഷൻ റേറ്റിലേക്കും വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, റഹീം പറയുന്നുണ്ട്. അതിന്റെ കാരണം കുട്ടിയുടെ മൊഴി മാത്രമാണ് പ്രാഥമികമായിട്ട് ഈ വിചാരണയിൽ വിശ്വാസത്തിലെടുക്കുന്നത്. പലപ്പോഴും ജഡ്ജിമാർ കുട്ടികളുടെ മൊഴിയാണ് എടുക്കുന്നത്. മറ്റ് തെളിവുകളേക്കാൾ കുട്ടിയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൺവിക്ട് ചെയ്യും. അപ്പൊ കൺവിക്ഷൻ റേറ്റും കൂടും പോക്സോ ആക്ടിൽ. ഇതെല്ലാം DYSP റഹീം പറഞ്ഞിട്ടുണ്ട്. ശ്രീ ആർ വി ബാബു, അത് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ പോക്സോ കേസുകൾ ആ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഈ ഭാര്യ ഭർത്തൃ ബന്ധം വഷളാകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഭാര്യ കൊടുക്കുന്ന ആ രൂപത്തിലാണ് അത്തരം കേസുകൾ ഒരുപാട് കേട്ടിട്ടുള്ളത്. ഇതൊരു സ്കൂളാണ്. ആ സ്കൂളിൽ ഒരു 10 വയസ്സുകാരി പഠിക്കുകയാണ്. അവിടെ ഒരു BJP-കാരന്, ഒരു അധ്യാപകനെതിരെ ഒരു 10 വയസ്സുകാരി ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതും ആ കുട്ടി എത്ര കാലമാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിട്ടത്, ആ കുട്ടിയോട് കൗൺസിലർമാർ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചത്, ഇതൊക്കെ അന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അപ്പോൾ കുട്ടിയെ ഉപയോഗിച്ചൊരു BJP നേതാവിനെ അങ്ങ് തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് ശ്രീ ആർ വി ബാബു? 4 അന്വേഷണ സംഘവും അന്വേഷിച്ചിട്ട് ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞത് ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പ്രതിയുടെ സ്വാധീനം ഉപയോഗിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലെ കൈകോർക്കലിനെ എങ്ങനെ വേണം മനസ്സിലാക്കാൻ? കൈകോർക്കുന്നത് എന്താണ്? ഇപ്പോഴല്ലേ CPM-ന്റെ ആൾക്കാർ രംഗത്ത് വന്നു. അങ്ങനെയല്ല ശ്രീ ആർ വി ബാബു, അന്ന് ഈ കേസിന്റെ സമയത്ത് തന്നെ. സ്മൃതി, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. അതായത് ഈ കേസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒന്ന്, ആ കുട്ടിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. എല്ലാം അതായത് ഡേറ്റ് ഓഫ് ഒക്യൂറൻസ്, പ്ലേസ് ഓഫ് ഒക്യൂറൻസ്, ഈ പറയുന്ന കുട്ടി ഓരോ സ്ഥലത്തും കൊണ്ടുപോയി എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ അബ്ദുൾ റഹീം എന്ന് പറയുന്ന DYSP അദ്ദേഹം ഒരു കേസ് അന്വേഷിച്ചിരുന്നു. ഈ കുട്ടിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പരാതി എന്താണെന്ന് അറിയാമോ? അതായത് ഈ പത്മരാജൻ മാഷ് ഈ കുട്ടിയെയും കൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അടുത്ത് പോയി അവിടെ വെച്ച് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്, അയാൾ പീഡിപ്പിച്ചു എന്നാണ്, ആ സുഹൃത്ത് പീഡിപ്പിച്ചു എന്നാണ്. ആ കേസ് അന്വേഷിച്ചിട്ട് അബ്ദുൾ റഹീം എന്ന് പറയുന്ന DYSP, അത് വേറൊരു അബ്ദുൾ റഹീമാണ്, ഇവരെയൊക്കെ സ്വാധീനിച്ചു എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈ കേസ്, ഇപ്പൊ ഈ പറയുന്ന കേസ് ഫാൾസ്, ഫാബ്രിക്കേറ്റഡ് ആൻഡ് പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് ആൻഡ് നോ ഫർദർ ആക്ഷൻ ഈസ് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞത് അബ്ദുൾ റഹീം എന്ന് പറയുന്നത് DYSP ആണ്. ശരി, അങ്ങനെ ക്രൈംബ്രാഞ്ച് പറഞ്ഞു. നോക്കൂ, 4 സംഘം മാറി മാറി അന്വേഷിച്ചല്ലോ. എന്നിട്ട് 4ാമത്തെ സംഘം അന്തിമ കുറ്റപത്രം നൽകുമ്പോൾ അതിൽ ശാസ്ത്രീയ പരിശോധനയുടെ റിപ്പോർട്ടുമുണ്ട്. ഈ സ്കൂളിലെ ശുചിമുറിയിൽ നിന്നുള്ള പരിശോധന, സ്കൂളിലെ ശുചിമുറിയിൽ നിന്നും രക്തക്കറയുടേതടക്കമുള്ള തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് അത് റിപ്പോർട്ടായി നൽകിയത്. 11 മാസങ്ങൾക്ക് ശേഷം രക്തക്കറ കണ്ടെത്തി. അതും ആദ്യം കുട്ടി പറഞ്ഞ ശുചിമുറി മാറ്റിയിട്ട് അധ്യാപകരടക്കം ഉപയോഗിക്കുന്ന ശുചിമുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്തി. ആ രക്തം ഈ കുട്ടിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ടോ?
അപ്പൊ തെളിയാണ്ടാണോ കോടതി ശിക്ഷ വിധിച്ചത്? ആ തെളിവ് കോടതിയിലുണ്ട്. ശ്രീ ആർ വി ബാബു, അപ്പൊ കോടതി ഇതൊന്നും പരിശോധിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്റെ ചോദ്യങ്ങൾ കേൾക്കൂ. കാരണം ഈ വിഷയത്തിൽ ഞങ്ങളാണല്ലോ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ ബ്ലഡ് ആണെന്ന്, കുട്ടിയുടെ എന്നല്ല, മനുഷ്യന്റെ ബ്ലഡ് ആണെന്ന് അവിടെ തെളിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ബ്ലഡ് ആണെന്ന് തെളിഞ്ഞിട്ടില്ല. നമ്മുടെ എന്താണ് രത്നകുമാർ, ഡിവൈഎസ്പി രത്നകുമാർ ഇത് കുട്ടിയുടെ രക്തമാണ് എന്ന് എഴുതി വെച്ചു. ഡിഫൻസ് വക്കീൽ ചോദ്യം ചെയ്തു, ഇത് എവിടെ ടെസ്റ്റ് ചെയ്തു? അപ്പൊ അത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അബദ്ധം പറ്റിയതാണെന്നും. ഇപ്പൊ കൗൺസിലേഴ്സിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. കൗൺസിലേഴ്സ് ഇത്തരത്തിൽ റൂഡായിട്ട് പെരുമാറി എന്നുള്ളത് എവിടെയാണ് തെളിയിച്ചിട്ടുള്ളത്? അമ്മയുടെ പരാതിയാണ്. അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ഈ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിലാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് ഈ കൗൺസിലേഴ്സ് വളരെ റൂഡായിട്ട് പെരുമാറി കുട്ടിയോട് എന്നുള്ളത്. ആ കേസ് നമ്മുടെ വിചാരണ കോടതിയിൽ വന്നിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഈ ജഡ്ജ് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ, ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുക? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണത്? ഏത് നിയമത്തിന്റെ? വിധി വന്ന ശേഷമാണ് കൗൺസിലർമാർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ? അപ്പൊ കോടതി ജഡ്ജി ഈ വിധി തന്നെ തെറ്റാണ്, കോടതിക്ക് തെറ്റുപറ്റിയെന്നാണ് അങ്ങ് പറയുന്നത്. കോടതിക്ക് അട്ടർ ഫെയിലിയർ ആണ് കോടതിയുടെ ജഡ്ജ്മെന്റ്. കോടതി ജഡ്ജിന്റെ മൈൻഡ് ആപ്ലിക്കബിൾ അല്ല, അപ്ലൈ ചെയ്തിട്ടില്ല അവിടെ. ജഡ്ജ് ഇസ് നോട്ട് അപ്ലൈഡ് മൈൻഡ് ഇൻ ദിസ് കേസ്. യാതൊരു സംശയമില്ല കാര്യത്തില്. ഞങ്ങൾ പറഞ്ഞത് ഒരു കുട്ടിയുടെ പ്രശ്നമല്ല സ്മൃതി ഇത്. ഇവിടെ പ്രശ്നം ആ കുട്ടിയെ ടൂളാക്കി എന്നുള്ളതാണ്. ആ കുട്ടി നിരപരാധിയാണ്. ഞാൻ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. ആ കുട്ടിയെ ടൂളാക്കി ഒരു വലിയ സംഘം പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പൊയിലൂരെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ഇനി അദ്ദേഹത്തിനെ കൂടി ചീത്തയാക്കണ്ടല്ലോ. കേസ് എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ കേസ് കൊടുത്തതെന്നറിയാമോ? പത്മരാജന്റെ കേസ് വന്ന് FIR ഇട്ട സമയത്ത് ഈ പത്മരാജന്റെ സുഹൃത്തായ അദ്ദേഹം പത്മരാജൻ നിരപരാധിയാണ്, ഈ കേസ് യഥാർത്ഥത്തിൽ അന്വേഷിക്കണം, എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് അയാൾക്കെതിരെ കേസ്. ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ കേസിനെ കുറിച്ചിട്ടുള്ള വസ്തുതകൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ജഡ്ജ്മെന്റ് കോപ്പി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ഈ കേസിന്റെ ജഡ്ജ്മെന്റ് കോപ്പി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ആർഗ്യുമെന്റ് നോട്ട്സ് ഉണ്ട്, ഡിഫൻസിന്റെ നോട്ട്സ് ഉണ്ട്, പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്തുകൊണ്ടാണ് അമ്മ 9ാം സാക്ഷിയാണ്, അമ്മയെ വിചാരണ ചെയ്യാതിരുന്നത്? എന്താണ്? അമ്മ 9ാം സാക്ഷിയാണ്, അമ്മയെ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിചാരണ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ്? പറയൂ സ്മൃതി. സാക്ഷിയെ വിചാരണ ചെയ്യണമെന്നാണോ? സാക്ഷിയെ വിസ്തരിക്കൂലോ, സാക്ഷി വിസ്താരം നടത്തൂലേ? അമ്മ 9ാം സാക്ഷിയാണ്, പരാതിക്കാരിയാണ്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ അമ്മ പോരാട്ടം നടത്തിയെന്ന്. അമ്മയെ വിസ്തരിച്ചിട്ടില്ല. അമ്മയാണ് പരാതിക്കാരി, അമ്മയെ വിസ്തരിച്ചിട്ടില്ല. ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.